എത്ര ശത്രുതയുണ്ടായാലും ആളുകൾ കാണിക്കാത്ത ചില ക്രൂരതകളുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ കിണറൊന്നും പൂട്ടി വെക്കാറില്ല. ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞ് കിണർ ആരെങ്കിലും പൂട്ടി വെക്കാറുണ്ടോ? ഇല്ല. അതിന് കാരണം കിണറിനകത്ത് കൊണ്ടുവന്നിട്ട് ആരെങ്കിലും പൊട്ടാസ്യം സയനൈഡ് കലക്കിയാൽ എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല. അത് ഒരു ലോകത്തിൻ്റെ ഒരു നീതിയാണ്, നടത്തിപ്പാണ്. ഒരിക്കലും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു ശത്രുവിൻ്റെ അടുത്തായാലും ശരി, ഒരു സഹായം ചോദിക്കേണ്ടതായിട്ട് വന്നാൽ ചോദിച്ചാൽ അത് കൊടുക്കാനുള്ള ഒരു മനസാക്ഷി ഏത് ശത്രുവിനും ഉണ്ടാവും. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇന്ന് വരെ. കാരണം അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ചും ഒരു രാജ്യത്തിന് ഒരു ബുദ്ധിമുട്ട് വരുന്നു, അടിയന്തരമായിട്ടുള്ള ചില, അതായത് ഒരു നീക്കുപോക്കുകൾ അങ്ങനെ ഉണ്ട്, പ്രത്യേകിച്ച് വ്യോമയാന മേഖലയിൽ. അതാണ് ഇപ്പൊ വിമാനം പറന്നുകൊണ്ട് പോകുന്നു, വിമാനത്തിന് എന്തെങ്കിലും പെട്ടെന്നൊന്ന് ലാൻഡ് ചെയ്തേ പറ്റൂ. ആ ലാൻഡ് ചെയ്യേണ്ടത് എവിടാണെന്ന് ചോദിച്ചാൽ ഒരു ശത്രു രാജ്യത്താണെന്നുണ്ടെങ്കിൽ അവരത് പെർമിറ്റ് ചെയ്യാറുണ്ട് സാധാരണ. കാരണം വിമാനത്തിനകത്ത് ഇരിക്കുന്നവർക്ക് ശത്രുതയൊന്നും ഉള്ളവരല്ല. ഇത് ഞാൻ പറയാൻ കാരണം 220 യാത്രക്കാരുമായിട്ട് അതുപോലെ അതിൻ്റെ ബാക്കി ക്രൂവുമായിട്ട് ഒരു ഇൻഡിഗോ വിമാനം ഡൽഹിയിൽ നിന്ന് 21-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം പറന്നു വരികയാണ്. അതിനകത്ത് ഒരുപാട് പേര്, അതായത് ചില വലിയ വ്യക്തിത്വങ്ങളും ഒക്കെ അതിനകത്തുണ്ട്, ആ വിമാനത്തിലുണ്ട്. ഡെറിക് ഒബ്രയാനും അതുപോലെ തുടങ്ങി കുറേ ആളുകൾ ആ വിമാനത്തിനകത്ത് യാത്ര ചെയ്തവരാണ്. ഈ വിമാനം അമൃത്സറിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ടർബുലൻസ് ഉണ്ടായി. ടർബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശ ചുഴിയിൽ പെടുകയാണ്. അത് അത്രത്തോളം വലിയ ചുഴിയാണെന്നുണ്ടെങ്കിൽ ചില വിമാനത്തിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ആ വിമാനം ഈ ആകാശ ചുഴിപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടു കേട്ടോ. ആ പൈലറ്റിൻ്റെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് ബാക്കി ആളുകൾ രക്ഷപ്പെടുന്നതിനകത്ത്, ഈ ആളുകളെല്ലാം. അപ്പോൾ അതിനകത്ത് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഫ്ലാപ്പ് അടർന്ന് പോലും വീണു. ഒരു ഒരാളുടെ ഒരു തലയിലേക്ക് അത് വീഴുകയാണ്, ഒരു പാസഞ്ചറിൻ്റെ തലയിലേക്ക് അത് പൊളിഞ്ഞു വീണു. അപ്പോൾ അത് മാത്രമല്ല, അത് പൈലറ്റിന് കാണാൻ പറ്റില്ലെങ്കിലും പൈലറ്റിന് അത് സെൻസ് ചെയ്യുന്നത് അറിയാം. ഈ വിമാനത്തിൻ്റെ മുൻഭാഗം, അതായത് അതിൻ്റെ ആ നോസ് ഉണ്ടല്ലോ, അവിടെ യഥാർത്ഥത്തിൽ പൊളിഞ്ഞുപോയി, ഒരു വലിയ ദ്വാരം പോലെ രൂപപ്പെട്ടു. അങ്ങനെയൊക്കെ വരുന്ന ഉടനെ ഉള്ള കുഴപ്പം എന്താണെന്നറിയാം, ഇതിനകത്ത് ഈ പ്രഷറൊക്കെ, വിമാനത്തിനകത്തുള്ള അന്തരീക്ഷ മർദ്ദം ഒക്കെ ഇതെല്ലാം വ്യത്യാസപ്പെടും. വളരെ വലിയ അപകട സ്ഥിതിയിലാണ്. എത്രയും പെട്ടെന്ന് ഈ വിമാനം ഇറക്കണം. അപ്പോൾ നോക്കുമ്പോൾ ലാഹോറിനടുത്തൂടാണ് ഇത്. ഏറ്റവും അടുത്ത വിമാനത്താവളം എന്ന് പറയുന്നത് ലാഹോറാണ്. അപ്പം ലാഹോറിലെ എയർ ട്രാഫിക് കൺട്രോളിന് ഈ പൈലറ്റ് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ടു. പൈലറ്റുമാർക്കത് ചെയ്യാം അന്താരാഷ്ട്ര തലത്തിൽ. അതിന് പ്രത്യേകിച്ച് അനുവാദമൊന്നും വേണ്ട, ഗവൺമെൻറ് അനുവാദമൊന്നും നോക്കിയിരിക്കേണ്ട. അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പോകുന്നു, ഇത്രയും ആളുകൾ നിരപരാധികളായിട്ട് 220 പേരും അതിലെ ക്രൂ മെമ്പേഴ്സും ഇതിനകത്തുണ്ട്. ലാഹോറിലെ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ അടുത്ത് അവരുടെ വ്യോമപാതയിൽ അവിടെ ഇറങ്ങണമെന്ന് പോലും ചോദിച്ചില്ല, അവരുടെ വ്യോമപാത ഒന്ന് ഉപയോഗിച്ചോട്ടെ എന്ന്. കാരണം അത് എത്രയും പെട്ടെന്ന് ഈ വിമാനം ഏതെങ്കിലും എയർപോർട്ടിൽ ഇറങ്ങിയേ പറ്റുള്ളൂ. അതിന് അനുവാദം കൊടുത്തില്ല. അതാദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഇങ്ങനൊരു സംഭവം. കാരണം ഒരുപാട് രാജ്യങ്ങൾ ഇതുപോലെ, അതായത് ഏത് അടിയന്തര സാഹചര്യങ്ങളിൽ ഇതുപോലെ വിമാനത്തിൽ നിന്ന് ചോദിച്ചാൽ അതിന് ഒരു അന്താരാഷ്ട്ര പ്രോട്ടോക്കോൾ തന്നെ ഉണ്ട്. അത് ആളുകൾ അംഗീകരിക്കും, അത് കൊടുക്കും, അനുവാദം കൊടുക്കും. പക്ഷേ യുവമാരി അനുവാദം കൊടുത്തില്ല കേട്ടോ. അത് റിജക്റ്റ് ചെയ്തു, പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇത് ആരും ചെയ്യാറില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും ക്രൂരതയാവാമോ, ശത്രുതയാവാം, ഇത്രയും ക്രൂരതയാവാമോ? വേറെ കാര്യമുണ്ട്, 26 നിരപരാധികളെ വെടിവെച്ചു കൊല്ലുമ്പോൾ ഉള്ള ക്രൂരത പോലെ തന്നെ അല്ലേ ഇത്. 220 എണ്ണം, അതും ആ ക്രൂവും അങ്ങ് തകർന്ന് വീണ് തരിപ്പണമാകുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ക്രെഡിറ്റായിട്ട് ഇരുന്നോട്ടെ എന്ന് യുവന്മാർ വിചാരിച്ചാണ്. ഇതാണ് ആ മനസാക്ഷിയില്ലായ്മ കാണിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ ഒരു വിമാനം ഇതുപോലാണ് എന്ന് ചോദിച്ച് ഇന്ത്യയിലെ ഒരു എയർ ട്രാഫിക് കൺട്രോളിനടുത്ത് ചോദിച്ചാൽ നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും അത് ഇന്ത്യ കൊടുക്കും. ഇന്ത്യയിലെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം അത് കൊടുക്കും. കാരണം ഇത് ഒരു അന്താരാഷ്ട്ര മര്യാദയാണ്. ഈ അന്താരാഷ്ട്ര മര്യാദ ലംഘനമാണ് ഇവിടെ പാകിസ്ഥാൻ നടത്തിയത്. ഈ വിമാനം പൈലറ്റ് വളരെ കഷ്ടപ്പെട്ടാണ് ശ്രീനഗറിൽ കൊണ്ടിറങ്ങി. വൈകുന്നേരം 6:30 മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെ ആ വിമാനം നിരത്തിറക്കി, ശ്രീനഗർ വിമാനത്താവളത്തിൽ ഇറക്കി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ആകാശ ചുഴി ഞാൻ പോയ വിമാനങ്ങൾ പെട്ടിട്ടുണ്ട്.
വളരെ വളരെ വലിയ ടർബുലൻസ് ഉണ്ടായിട്ടുണ്ട്, ഉള്ളിൽ ഭയവും തോന്നിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് അത്ര ബുദ്ധിമുട്ടാവും. ഒരിക്കൽ ഞാൻ പോയ ഒരു ഫ്ലൈറ്റിലാണെന്ന് കണ്ട എയർ ഹോസ്റ്റസ് ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ആദ്യമേ പറയും ടർബുലൻസ് ഉള്ളപ്പോൾ. അവരിത് നോക്കാൻ വന്നു, ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കി. അവസാനം അവർ താഴെ വീഴാൻ പോവുകയാണ്. അന്നേരം അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ, പെട്ടെന്ന് അങ്ങ് ഇരുന്ന് കളയും. കാരണം അവരുടെ ട്രെയിനിങ് അതാണ്. നിൽക്കുന്നവർ അവരിങ്ങനെ ഇരിക്കും, ഇരുന്നില്ലെങ്കിൽ എന്താ വീണ് വലിയ അപകടം ഉണ്ടാവും. അപ്പോൾ ചെയ്തു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ വിമാനം വേറെ ഒന്നുമായിട്ട് തട്ടിയിട്ടില്ല, വേറെ ഒന്നും സംഭവിച്ചു. പക്ഷെ അതിൻ്റെ മുൻഭാഗം അതെങ്ങനെ പൊളിഞ്ഞൊരു വലിയ ഹോള് അവിടെ രൂപപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. ചിലപ്പോൾ അതിനെന്തെങ്കിലും കണ്ടേക്കും, അവിടുന്ന് വല്ല ഫ്ലാപ്പ് അടന്നു പോയതോ എങ്ങനെയാണോ എന്നുള്ളത് പോലും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ഒന്ന് ഇറഗുലർ ഷേപ്പിലുള്ള ഒരു ദ്വാരം ആണ് അതിനകത്ത് കാണുന്നത്. അതെങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ സയൻസിനെ കുറിച്ച് എനിക്കറിയാൻ വയ്യ. ചിലപ്പോൾ എന്തെങ്കിലും ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായേക്കാം. അത്രത്തോളം വലിയ ഒരു ആകാശചുഴിയാണ്. കാലാവസ്ഥാ വ്യതിയാനം പെട്ടെന്ന് വന്നപ്പോൾ ഉണ്ടായതാണ്, അങ്ങനെ വരാം. പക്ഷേ അത് ഈ വലിയ വിമാനങ്ങളൊക്കെ, അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ ഇൻ്റർനാഷണൽ യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന 777-800, അതുപോലെ 777-300, ഇതിനൊന്നും ഇതുപോലുള്ള ആകാശചുഴിയിലൊന്നും വീണാലൊന്നും ഒന്നും സംഭവിക്കില്ല. പക്ഷെ ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ കുലുക്കം ഉണ്ടാവും, അത് ചരിയും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇതുപോലുള്ള അപകടങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുകയാണ്. ഏതായാലും പാകിസ്ഥാന്റെ ഈ നടപടി ഉണ്ടല്ലോ, പാകിസ്ഥാനെ, അത് ഗവൺമെന്റിനെ ഒന്നും ഞാൻ പറയുന്നില്ല, ലാഹോർ എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്ന മര്യാദയില്ലാത്തവന്മാരാണ്. കാരണം ഇങ്ങനൊരു മനുഷ്യജീവന് വില കൊടുക്കാത്ത ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യജീവന് അവർ വില കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ശത്രുതയൊക്കെ ആവാം, പക്ഷെ ഇത്രയും ക്രൂരതയാവാം മനുഷ്യജീവനോട് ചിന്തിക്കണം. അതാണ് വേണ്ടത്.